ഹലോ എവ്രി വൺ. ഹെൽത്തിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ്, ഹോപ്പനോപ്പനോ, അഫർമേഷൻ ഇവയെപ്പറ്റിയൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇനി അത് എങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ അറിയില്ല അല്ലേ. എന്നാൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബെഡിൽ 10 ദിവസം കിടക്കേണ്ടി വരുമ്പോഴൊക്കെയാണ് നമുക്കത് എത്ര പ്രഷ്യസ് ആണെന്ന് മനസ്സിലാവുന്നത്. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ കരിയറോ മണി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എപ്പോൾ വേണമെങ്കിലും പറയാം. അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ രാവിലെ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള ടൈമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പറയുന്നത് ഏറ്റവും നല്ലതായിരിക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അഫർമേഷൻസ്, ഹെൽത്തിന് വേണ്ടി അഫർമേഷൻസ് പറയുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. അതെപ്പോൾ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഈ സമയത്ത് ചെയ്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഹോപ്പനോപ്പനോ എന്ന് പറയുന്നത് ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ്. അതും ഏത് സമയത്തോ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ ബ്ലോക്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിനായിട്ട് എന്നും ചെയ്യണം. പിന്നെ ഇല്ലാത്തതിന് നമ്മൾ കംപ്ലൈൻറ്റ് പറയാതെ കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിലൂടെ ഒരു പീസ്ഫുള്ളും ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അഫർമേഷൻസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ രാത്രിയിൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ അഫർമേഷൻസ് കൂടെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കണം. അതായത് അഫർമേഷൻസ് എപ്പോഴും പ്രസൻറ്റ് ടെൻസിൽ വേണം പറയാനായിട്ട്. അത് ഓൾറെഡി നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തതായിട്ട് വേണം പറയാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് കരുതിയാൽ, my eyesight is getting better and better every day. My eyes are very, very healthy and completely healed. അല്ലെങ്കിൽ my heart is very healthy and completely healed. അങ്ങനെ എന്ന് പറയാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ അല്ലെങ്കിൽ ഏത് ബോഡി പാർട്ടിനാണോ പ്രശ്നമുള്ളത് അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളായിട്ട് പേഴ്സണലി ക്രിയേറ്റ് ചെയ്തിട്ട് പറയണം. നമ്മൾ ഐ ആം അറ്റ് ഐഡിയൽ ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എത്രയാണോ ബോഡി വെയ്റ്റ് വേണ്ടത്, ലൈക്ക് 60 കിലോ അല്ലെങ്കിൽ 50 കിലോ അല്ലെങ്കിൽ 75, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ പറയണം. പിന്നെ ഏറ്റവും നല്ലൊരു അഫർമേഷനാണ് ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എവറി ഡേ ആൻഡ് എവറി വേ എന്നുള്ളത്. പിന്നെ വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഓടിച്ചാടി നടക്കുന്നതായിട്ടും ഹെൽത്തി ഫുഡ് കഴിക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അങ്ങനെ നല്ല ഹെൽത്തി ആൻഡ് ഫിറ്റായിട്ടിരിക്കുന്നതായിട്ടൊക്കെ എല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്യണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഹെൽത്തിനെ പറ്റി നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നമ്മളെ നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കാറില്ല, അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിൽ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വളരെ പോസിറ്റീവും ഹാപ്പി ആയിട്ട് മാറും. അപ്പോൾ ഓൾവേസ് പ്രാക്ടീസ് ദിസ്. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ഓൾവേസ്. സ്റ്റേ ഹെൽത്തി. താങ്ക് യു.